أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والهجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ നല്ലവരാകണം, കൺകുളിർമ നൽകുന്ന മക്കളായി വളരണം എന്ന് ഓരോ രക്ഷകർത്താക്കളും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ മക്കൾ നല്ല മക്കളായി, നല്ല സന്താനങ്ങളായി വളർന്നു വരണമെങ്കിൽ അവർക്ക് കുറേ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്തത് കൊണ്ട് മാത്രം അവർ നല്ലവരാവുകയില്ല. മറിച്ച് അവരുടെ മതപരമായ, ദീനിയായ കാര്യങ്ങൾ കൂടി അവർക്ക് നൽകിയെങ്കിൽ മാത്രമേ അവർ നല്ല സന്താനങ്ങളായി മാറുകയുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമങ്ങളായിരിക്കണം നമ്മുടെ രക്ഷകർത്താക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ അതിനുള്ള ചില വഴികൾ, മാർഗങ്ങളാണ് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഒരു കവി പാടിയത് നിങ്ങളെ കേൾപ്പിക്കാം. ഖദ് യൻഫഉൽ അദബുൽ ഔലാദു ഫീ സഗ്രി വലൈസ യൻഫഉഹും മിൻ ബഅദിഹി അദബു ഇന്നൽ ഗുസൂന ഇദാ അദൽത അഅ്തദൽതു വലാ തലീനു വലൗ ലയൻതഹിൽ ഖശബു. കവിയുടെ 4 വരി വാക്കാണ് നാം കേട്ടത്. അതായത് അദ്ദേഹം പറയുകയാണ്, ഈ കുട്ടികൾക്ക് അദബുകൾ, കുട്ടികൾക്ക് മര്യാദകൾ പ്രയോജനപ്പെടുന്നത് അവരുടെ ഏറ്റവും ചെറിയ പ്രായത്തിലാണ്.
നന്നേ പ്രായം കുറഞ്ഞ നമ്മളോടൊപ്പം ഓടിച്ചാടി നടന്ന് വരുന്ന ആ ഒരു സമയത്താണ് കുട്ടികൾക്ക് അദബുകൾ, മര്യാദകൾ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഉപദേശങ്ങളൊക്കെ പ്രയോജനപ്പെടുക എന്ന്. വലൈസ യൻഫഉഹും മിൻ ബഅദിഹി അദബു, അതിനുശേഷം എന്താവുകയില്ല, എത്ര ഉപദേശിച്ചാലും കാര്യമില്ല എന്ന്. അവർ വലുതായി കഴിഞ്ഞതിന് ശേഷം, അവർ വലിയ പ്രാപ്തിയുള്ള മക്കളായതിനു ശേഷം നാം പറഞ്ഞാൽ അത് അത്രത്തോളം അങ്ങോട്ട് അത് കേട്ടുകൊള്ളണമെന്നില്ല, അത് ഫലം ചെയ്യണമെന്നും ഇല്ല എന്നാണ് കവി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, അതിനൊരു ഉദാഹരണം പറഞ്ഞത്, ഇന്നൽ ഹുസൂന ഇദാ അദൽതഹു തദൽതു വലാ തലീനു വലൗ ലയൻതഹിൽ ഖശബു. അതായത് ഒരു മരം, ഒരു ചെടി വളർന്ന് വരുമ്പോൾ അതിൻ്റെ നാമ്പുകളും അതിൻ്റെ ശിഖരങ്ങളും കൊമ്പുകളും ഒക്കെ ആ വളർന്നു വരുന്ന ഘട്ടത്തിൽ നാം ഒന്ന് പരിപാലിച്ചാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അത് ആ ചെടി മാറും. എന്നാൽ വലാ തലീനു വലൗ ലയൻതഹിൽ ഖശബു, അതൊരു തടിയുള്ള മരമായി മാറിയാലോ പിന്നെ നമുക്ക് എന്തെങ്കിലും അതിനകത്ത് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് വളക്കാനോ തിരിക്കാനോ ഒന്നിനും നമുക്ക് സാധിക്കുകയില്ല. ആ ചെടി വളർന്നു വലുതായി, പിന്നെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റുകയില്ല എന്നാണ് കവി നമുക്ക് പഠിപ്പിച്ചത്. അപ്പോൾ ആ ഉദാഹരണത്തിലൂടെ നമുക്ക് കാര്യം ബോധ്യമായി, മനസ്സിലായി. അപ്പോൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അദബുകൾ, മര്യാദകൾ പഠിപ്പിക്കാൻ ഓരോ രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇസ്ലാമികമായ മര്യാദകൾ അവർക്ക് ലഭിക്കത്തക്ക വിധം നല്ല ശിക്ഷണങ്ങൾ നൽകി അവരെ വളർത്തണം. അങ്ങനെ വളർത്തിയാൽ, അങ്ങനെ ആ പ്രായത്തിൽ, ആ ചെറിയ പ്രായത്തിൽ നാം അവർക്ക് നല്ലത് നൽകിക്കഴിഞ്ഞാൽ അവർ കല്ലിൽ കൊത്തിവെച്ചതുപോലെ അത് കൊണ്ടു നടക്കും. എന്നും അവരുടെ മനസ്സിൽ ഓരോ കാര്യവും ആഴത്തിൽ പതിക്കും. നിങ്ങൾ കൊച്ചു കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു നോക്കിക്കേ, അവർ ടേപ്പ് റെക്കോർഡ് പോലെ എന്ത് ചെയ്യും, അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. അവർ വേഗം അത് എന്ത് ചെയ്യും, ക്യാച്ച് ചെയ്യും, വേഗം അത് പിടിച്ചെടുക്കും. നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ നടത്തവും നമ്മുടെ വർത്തമാനവും എല്ലാം ചലനങ്ങൾക്ക് ഒപ്പിച്ച് എല്ലാം അവർ വേഗം സ്വീകരിക്കുന്നതാണ്. അത് കണ്ട് നമ്മൾ ആസ്വദിക്കാറുമുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവരങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആ ഒരു പ്രായമാണത്. എന്തു കൊടുത്താലും അത് മനസ്സിൽ പതിയുന്ന ഒരു പ്രായമാണ് ആ നന്നേ ചെറുപ്രായം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ, കുട്ടിയായിരുന്നപ്പോൾ നൽകിയ ഒരു ഉപദേശം അദ്ദേഹം വലുതായ സന്ദർഭത്തിൽ അദ്ദേഹം അത് ഓർത്തു പറയുകയാണ്. കുഞ്ഞായിരുന്നപ്പോൾ നബി പറഞ്ഞ ആ വാക്കുകൾ അദ്ദേഹത്തിൽ ഇപ്പോഴും, താൻ മുതിർന്നു വളർന്നു വലുതായപ്പോഴും ആ വാക്ക് അദ്ദേഹം മറന്നുപോയിട്ടില്ല എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അദ്ദേഹം പറയുകയാണ്, അൻ ഉമർ ഇബ്നു അബീ സലമ, ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല കുന്തു ഗുലാമൻ ഫീ ഹിജ്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ, വകാനത് യദി തതീഷു ഫി സ്വഹഫതി, അപ്പം ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരുന്ന സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്തു, എല്ലായിടത്തും അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി. കുഞ്ഞാണല്ലോ, അറിയില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നും എല്ലാം എടുത്ത് എല്ലാ ഭാഗത്തും കൈയിട്ട് വരുന്ന കുഞ്ഞാണ്, വരാൻ തുടങ്ങി. ഇത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി എന്നോട് പറഞ്ഞു, യാ ഗുലാം
സമ്മില്ല വകുൽ ബിയമീനിക വകുൽ മിമ്മാ യലീക ഫമാ സാലത് തിൽക തിഅമതി ബഅദ. അദ്ദേഹം പറയുകയാണ്, യാ ഗുലാം, നബി എന്നോട് പറഞ്ഞു, യാ ഗുലാം, കുഞ്ഞുമോനെ, സമ്മില്ല, നീ ബിസ്മി ചൊല്ലണം. ആദ്യം ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം എന്ത് ചൊല്ലണം? ബിസ്മി ചൊല്ലി വേണം ഭക്ഷണം കഴിക്കാൻ. സമ്മില്ല വകുൽ ബിയമീനിക, നിന്റെ വലതു കൈകൊണ്ട് വേണം ഭക്ഷിക്കാൻ, വലത് കൈകൊണ്ട് വേണം തിന്നാൻ. വകുൽ മിമ്മാ യലീക, നിന്റെ ഏറ്റവും അടുത്ത ഭാഗത്തു നിന്ന് വേണം നീ ഭക്ഷിക്കാൻ. അദ്ദേഹം ഓർത്തെടുത്ത് പറയുകയാണ്, നബി ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഫമാ സാലത് തിൽക തിഅമതി ബഅദ, പിന്നീട് ആ വിധമായിരുന്നു എൻ്റെ ഭക്ഷണ രീതി. പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആ ഉപദേശമുണ്ടല്ലോ, അതെന്റെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്നും ഞാനത് കാത്തു സൂക്ഷിക്കുകയാണ് എന്ന് ഓർത്തെടുത്ത് പറയുകയാണ് സഹാബി ഉമർ ബിൻ അബി സലമ റളിയല്ലാഹു. നോക്കുക സഹോദരങ്ങൾ, അപ്പൊ ഒരു കുട്ടിക്കാലത്ത് കിട്ടുന്ന ഉപദേശങ്ങൾ അവർ മറക്കുകയില്ല. നമ്മുടെ മക്കൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്ത് നോക്കുകയെ ഓരോ കാര്യവും ഓരോന്നും നമ്മൾ അപ്പോഴപ്പോൾ തന്നെ വേണ്ട രീതിയിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു കൊടുത്താൽ ആ പ്രായം. ഇപ്പോഴത്തെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പുതിയ രീതിയാണ്, പിന്നെ എന്താണ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നതെന്ന് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഇന്നത്തെ ഈ കാലഘട്ടം, ആധുനിക കാലഘട്ടം. മക്കളെ ഒന്ന് നന്നായി വഴക്ക് പറയാൻ പറ്റാത്ത കാലം, നന്നായി വഴക്ക് പറഞ്ഞാൽ എന്താകും എന്ന് പേടിക്കുന്ന കാലം. എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഈ കുഞ്ഞ് എന്താകും എന്ന് പേടിക്കുന്ന, അത് പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ. അപ്പൊ അതിന് മുമ്പേ ഉള്ള ഒരു പ്രായത്തിൽ ഇതുപോലുള്ള രീതി ഓരോ മാതാവും ഓരോ പിതാവും സ്വീകരിച്ചാൽ തീർച്ചയായും നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയെ നമ്മുടെ മക്കളെ കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നേരത്തെ തന്നെ ആ കാര്യങ്ങളൊക്കെ നൽകണം. ഇനി മറ്റൊരു സന്ദർഭം നോക്കിക്കേ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല, അദ്ദേഹം പറയുകയാണ്, അഖദ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു തംറതൻ മിൻ തമറിൻ സദഖ ഫജഅലഹാ ഫീ ഫീഹി ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഖ് ഇർമി ബിഹാ അമാ അലിംത അന്നാ ലാ നഅകുലു സദഖ. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരക്കുട്ടിയെ പറഞ്ഞുപദേശിക്കുന്ന രംഗമാണ്. അതായത് ഹസൻ റളിയല്ലാഹു അൻഹു, അത് കുട്ടി വളരെ ചെറിയ കുട്ടിയാണ്. ആ പ്രായത്തിൽ ഈത്തപ്പഴത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴം സ്വതക്കയിൽപ്പെട്ടതാണ്, സക്കാത്തിൽപ്പെട്ട മുതലാണ്. സക്കാത്തിന്റെ മുതലിൽപ്പെട്ട ഈത്തപ്പഴത്തിൽ നിന്നും ഒരെണ്ണം എടുത്ത് വായിലിട്ടു. നബി അത് കണ്ടപ്പോൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? കഹ് കഹ്, തുപ്പിക്കളയാൻ പറഞ്ഞു. നീ തുപ്പിക്കളാ മോനെ. ഇർമി ബിഹ, അത് ദൂരെ വലിച്ചെറിയൂ. ഇർമി, പുറത്തേക്ക് ഇടാൻ പറഞ്ഞു. അമാ അലിംത അന്നാ ലാ നഅകുലു സ്വദഖ, നമ്മൾ സ്വദഖ ഭക്ഷിക്കുകയില്ലെന്ന് മോൻ അറിയുകയില്ലേ? നബി പറഞ്ഞു കൊടുക്കുകയാണ്, പേരക്കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോൻ അറിയില്ലേ മോനെ, അത് നമുക്ക് പറ്റിയതല്ല, നമുക്ക് കഴിക്കാൻ പാടില്ല, ഹറാമാണ് എന്ന കാര്യം മോൻ അറിയില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. നോക്കുക, ചെറിയ കുട്ടി, കുറേ ഈത്തപ്പഴമുണ്ട്, അതിൽ ഒരു കാരക്ക. നമ്മളാണെങ്കിൽ എന്താണ് ചെയ്യും? നമ്മുടെ അവിടെയുള്ള നിലപാട് എന്തായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മക്കളാണ്, നമ്മുടെ കുട്ടികളാണ്, പേരക്കുട്ടികളാണ് ഇത്തരത്തിൽ എന്തെങ്കിലും പാടില്ലാത്ത കാര്യം, ഹറാമായ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വെച്ച് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യും? നോക്കി ചിരിച്ചു നിൽക്കും. എന്താ കാരണം? ചെറിയ കുട്ടിയല്ലേ, കുഞ്ഞല്ലേ,
അതൊക്കെ വലുതാകുമ്പോൾ പഠിച്ച് മനസ്സിലാക്കി സ്വയം ചെയ്തുകൊള്ളും എന്നൊക്കെയായിരിക്കും നമ്മുടെ വിചാരം. എന്നാൽ നബി ചെയ്തതോ ആ കുഞ്ഞിനെ പറഞ്ഞ് പിന്നീട് ഒരിക്കലും ആ കുട്ടിയെ അത് കണ്ടാൽ മാറി നിൽക്കണം. ആ രീതിയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ എത്രയോ കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കുട്ടികൾ കാണിച്ചാലും നമ്മളൊക്കെ അത് ഒരു കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ. ചിലപ്പോൾ ഉമ്മ പറയും, മകനെ നിനക്ക് അത് അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വാപ്പ പറയും, ഓ നീ അത് വിട്, അത് കുഞ്ഞല്ലേ, അവൻ എന്തറിയാനാണ്, അവനൊന്നും അറിയില്ലല്ലോ എന്ന് വാപ്പ ഉമ്മയോട് പറയും. ഇനി വാപ്പയാണ് ഉപദേശിക്കുന്നതെങ്കിലോ അപ്പോൾ ഉമ്മ പറയും, നിങ്ങൾ ആ ചെറിയ കുട്ടിയോട് എന്തെല്ലാമാണ് പറയുന്നത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. ഒരു കുഞ്ഞ് തെറ്റാണ് എങ്കിൽ ആ പ്രായത്തിൽ പറയുന്ന കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ എന്നും അവൻ സൂക്ഷിക്കും ഓരോ കാര്യം. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മളാണ് ഒന്നാം പ്രതിയും രണ്ടാം പ്രതി. നമ്മുടെ മക്കൾ വഴികേടാകുന്നത്, തെറ്റിപ്പോകുന്നത്, അവൻ അനുസരണക്കേടിലേക്ക് പോകുന്നത് ഒക്കെ കാരണക്കാർ നമ്മളൊക്കെ തന്നെയായിരിക്കും. എന്താ കാരണം? നമ്മൾ എന്തെല്ലാമാണ് ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നത് എന്ന് കുഞ്ഞുങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഇപ്പോ ഒരു ഫോൺ വന്നു, ബാപ്പായെ അന്വേഷിച്ചൊരു ഫോൺ. ബാപ്പ മോനോട് പറയാണ്, മോനെ ബാപ്പ ഇവിടെ ഇല്ലെന്ന് പറയാം. അപ്പോൾ എന്താണ്, കുഞ്ഞിനെ കൊണ്ട് കളവ് പറയിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള കണ്ടും കേട്ടും വളരുന്ന കുഞ്ഞ് വലുതാകുമ്പോൾ അവർ കളവിലേക്കും മറ്റുള്ള മോശമായ മാർഗത്തിലേക്കും ഒക്കെ പോകാൻ അത് കാരണമാവും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം. ഒരു നിസ്സാരമായ കാര്യമായാൽ പോലും മക്കളുടെ മുമ്പിൽ നിന്നും നാം കളവ് പറയാൻ പാടില്ല. മക്കളുടെ മുമ്പിൽ നല്ല മാതൃകയുള്ള രക്ഷകർത്താക്കളായി, ഉമ്മയായി, വാപ്പയായി നമുക്ക് മാറാൻ സാധിക്കണം. പണ്ഡിതന്മാർ പറയാറുണ്ട്, അൽ അബ്നാഉ സിർറു അബീഹി, അതായത് മക്കൾ അവരുടെ മാതാപിതാക്കളുടെ രഹസ്യമാണ്. മക്കൾ മാതാപിതാക്കളുടെ രഹസ്യമാണ്. അതായത് മാതാപിതാക്കൾ അവരുടെ വീട്ടിൽ എന്താണോ അതാണ് നമ്മുടെ മക്കൾ. നമ്മുടെ മക്കൾ നമ്മളെയാണ് അവർ ആദ്യം ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മളെയാണ്. ഓരോ രക്ഷാകർത്താക്കളെയുമാണ്, നമ്മുടെ ഓരോ ബാപ്പയും ഉമ്മയുമാണ് ആ കുഞ്ഞ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് അവരുടെ സ്വഭാവ രീതികളും ചലനങ്ങളും കടമെടുത്താണ് ജീവിക്കുന്നത്. ഇത് കണ്ടിട്ടാണ്, നമ്മളെ കണ്ടിട്ടാണ്, ഓരോ അപ്പനെയും ഉമ്മയെയും കണ്ടിട്ടാണ് ഈ കുഞ്ഞ് വളർന്നു വരുന്നത്. അപ്പൊ നമ്മളെയാണ് ആ കുഞ്ഞുങ്ങൾ മാതൃകയാക്കുക. മാതാപിതാക്കൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നവരാണ് എങ്കിൽ എന്താവും? മക്കളും അതനുസരിച്ച് ജീവിച്ചു പോരും. അതനുസരിച്ച് അവർ കണ്ടിപ്പം വാപ്പ നിസ്കരിക്കുന്ന കണ്ടിട്ട് അതനുസരിച്ച് ആ മകൻ, ആ കുഞ്ഞ്, നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കളൊക്കെ ഇല്ലേ, നമ്മൾ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ വേഗം നമ്മുടെ ഒപ്പം വന്ന് കൈകെട്ടി നമസ്കരിക്കും. അതൊക്കെ അവർ കാണുകയാണ്. അങ്ങനെ അത് എന്താകുന്നു? അത് കണ്ടു വളർന്ന് നല്ല മക്കളായിട്ട് അവർ മാറുകയാണ്. നേരെ മറിച്ച് മാതാപിതാക്കൾ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, നന്മകളൊന്നും പ്രവർത്തിക്കാത്ത, ദുനിയാവിൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അത് കണ്ടു വളരുന്ന കുട്ടിയും ആ അവസ്ഥയിലേക്കായിട്ട് മാറും.
കുഞ്ഞ് കാണുന്നത് ഇതാണ്. വാപ്പയിൽ നിന്നും ഒരു മാതൃകയും കിട്ടുന്നില്ല, കാണുന്നില്ല. വാപ്പയുടെ ജീവിത രീതി, ഉമ്മയുടെ അനുസരിച്ച്. അപ്പോൾ ഈ കുഞ്ഞ് ആ രീതിയിലായിട്ട് മാറുകയാണ്. മാതാപിതാക്കൾ നമസ്കരിക്കുന്നവരാണ് എങ്കിൽ മക്കളും ആരായിട്ട് മാറും? നമസ്കരിക്കുന്നവരായിട്ട് മാറും. മാതാപിതാക്കൾ സിനിമയും മറ്റുള്ള സംഗീതത്തിലുമൊക്കെ ആണെങ്കിൽ അത് കണ്ടു വളരുന്ന കുട്ടികളും അതിൻ്റെ ആളുകളായിട്ട് മാറും. അങ്ങനെ പോകും. ഉമ്മയും വാപ്പയും എന്താണോ അതനുസരിച്ച് മക്കളും മാറുകയാണ്. അപ്പൊ ഇവിടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. എന്താണ്? ആദ്യമായിട്ട് നമ്മൾ ബോധവാന്മാരാകുകയും നമ്മൾ നല്ല മാതൃകയുള്ള വ്യക്തിത്വങ്ങളായിട്ട്, നല്ല രക്ഷകർത്താക്കളായിട്ട് നമ്മളൊക്കെ മാറുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ മക്കൾ ഈ പറഞ്ഞതുപോലെ കൺകുളിർമ ലഭിക്കുന്ന മക്കളായിട്ട് മാറും. മാതാപിതാക്കളാണ് മക്കളെ എന്ത് ചെയ്യുന്നത്? മറ്റ് രീതിയിലേക്കൊക്കെ മാറ്റി കൊണ്ടുപോകുന്നത്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അത് വളരെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര. ഓരോ കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. ഓരോ മനുഷ്യ കുഞ്ഞും അല്ലെങ്കിൽ ഇവിടെയുള്ള ഏത് ജീവിയുടെ കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. എന്നിട്ട് നബി പറഞ്ഞു, ഫഅബവാഹു യുഹവ്വിദാനിഹി. അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നത്, ഔ യുനസ്സിറാനിഹി, നസ്റാനിയാക്കുന്നത്, ഔ യുമജ്ജിസാനിഹി, അല്ലെങ്കിൽ മജൂസി അഗ്നിയാരാധകരാക്കിയൊക്കെ മാറ്റുന്നത് അവരുടെ മാതാപിതാക്കളാണ്. എല്ലാവരും ശുദ്ധമായ പ്രകൃതിയിലാണ്. ഏതൊരു കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ഏതൊരു കുഞ്ഞും ഇന്ന കുഞ്ഞ് എന്നൊന്നില്ല. എല്ലാം മനുഷ്യൻ ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. പിന്നെ അവനെ മാറ്റുന്നത്, അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുന്നത് അവരുടെ സാഹചര്യങ്ങളാണ്. അത് മാതാപിതാക്കൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അവർ എന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, കമാ തുൻതജു ബഹീമത ജംഅ. മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെയാണ് പ്രസവിക്കുന്നത്. ഓരോ മൃഗവും പ്രസവിക്കുന്നത് അവയവം പൂർത്തിയായ മൃഗത്തെയാണ് പ്രസവിക്കുന്നത്. അൽ തുഹിസ്സൂന ഫിഹാ മിൻ ജുദഅ. അതിൽ അഥവാ പ്രസവവേളയിൽ കാത് മുറിക്കപ്പെട്ടതായി വല്ലതും നിങ്ങൾ കാണാറുണ്ടോ? പിന്നെ ജനിച്ചു കഴിയുമ്പോൾ പിന്നെ കാത് മുറി, അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ പരിപാടിയാണല്ലോ. ജനിക്കുമ്പോൾ ഈ വക ഉണ്ടോ? അതിൻ്റെ എല്ലാം പൂർണ്ണമാണ്, പരിപൂർണമായ നിലയിലാണ് ആ ജീവി, ആ മൃഗം, അവയവം പൂർത്തിയായ മൃഗത്തെയാണ് അത് പ്രസവിക്കുന്നത്, പിന്നീട് മാറിപ്പോകുന്നത്. ഇതുപോലെ തന്നെയല്ലേ നമ്മൾ ഓരോ സാഹചര്യങ്ങൾ എന്ത് ചെയ്യാണ്? ആ കുഞ്ഞ് ആ സാഹചര്യത്തിലേക്ക് നീങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് അത് മുസ്ലിമായിട്ട് വളരുന്നു, മറ്റു കുടുംബത്തിൽ ജനിച്ചതും മറ്റു കുട്ടികളായിട്ട് മാറും. പക്ഷേ എല്ലാ കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധപ്രകൃതിയിലാണ് എന്ന് പ്രവാചകൻ പറയാൻ. എന്നിട്ട് ഒരു ആയത്ത് കൂടി ഓതി കേൾപ്പിച്ചു, ഫിത്രത്തല്ലാഹി ലത്തി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക ദീനുൽ ഖയ്യിം. ഫിത്രത്തല്ലാഹി ലത്തി ഫതറന്നാസ അലൈഹാ. അല്ലാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതി എത്രയത്? അള്ളാഹു ഏതൊരു പ്രകൃതിയിലാണോ മനുഷ്യരെ സൃഷ്ടിച്ചത് അതേ പ്രകൃതിയാണ്, അതിൽ ഒരു മാറ്റവുമില്ല. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല. ശുദ്ധമായ പ്രകൃതിയോട് കൂടിയാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. ജനിക്കുമ്പോൾ ഒന്നുമില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടോ? എല്ലാ കുഞ്ഞും എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഇവിടെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരാണെങ്കിൽ അവർ അന്ധവിശ്വാസികളാണ് എങ്കിൽ എങ്ങോട്ട് കൊണ്ടുപോകുന്നു?
ഓരോ ജാറത്തിലേക്കും കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ ആ കുഞ്ഞിനെ നേർച്ചയാക്കും. ആ കുഞ്ഞിന് വേണ്ടി നേർച്ച ഇന്ന ജാറത്തിലേക്ക്. നന്ദികേടല്ലേ? റബ്ബിനോട് നന്ദികേടല്ലേ കാണിക്കുന്നത്? ജനിച്ചപ്പോൾ ഒന്നുമില്ലായിരുന്നു, ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാതെ പരിശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. അവനെ ആരാക്കി? ആ കുഞ്ഞിനെ കൊണ്ട് ജാറത്തിൽ കൊണ്ടുപോയി ശിർക്കൻ വിശ്വാസം, ആചാരം, അതിലേക്കൊക്കെ ആ കുഞ്ഞിനെ മാറ്റിക്കളഞ്ഞു ഈ മാതാപിതാക്കൾ. ഇപ്പൊ മാതാപിതാക്കളാണ് മനുഷ്യരെ വഴിതെറ്റിക്കുന്നത് എന്ന്. മാതാപിതാക്കളാണ് മക്കളെ വഴിതെറ്റി. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കൾ തലതിരിഞ്ഞു പോകുന്നത്, മക്കൾ മാറിപ്പോകുന്നത് മറ്റുള്ള ആദർശങ്ങളിലേക്കും ഇസങ്ങളിലേക്കും ഭൗതികവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും എല്ലാം മക്കളൊക്കെ പോകുന്നതിൻ്റെ കാരണം അവർക്ക് കൃത്യമായ ദീൻ മതബോധം അവർക്ക് നൽകുന്നില്ല എന്നുള്ളത്. അത് ഓരോ രക്ഷകർത്താവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ വലിയ സ്ട്രിക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, മക്കളോട് പറയുന്നില്ല. അതേസമയം ഭൗതികപരമായ കാര്യങ്ങൾക്ക് ലക്ഷങ്ങൾ മുടക്കുന്നു നമ്മൾ. ലക്ഷങ്ങൾ ഒരു സീറ്റ് കിട്ടാൻ, ഒരു MBBS-ന്റെ സീറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ലക്ഷങ്ങൾ മുടക്കുന്നു. എന്നാൽ മദ്രസയിലേക്ക് ഒരു 100 രൂപ കൊടുക്കണം, ഒരു 50 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാലോ നമുക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്താ കാരണം? അത് രണ്ടു വിധത്തിൽ നമ്മൾ കാണുകയാണ്, രണ്ടായിട്ട് കാണുകയാണ്. ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇഹലോകത്ത് മാത്രമാണ് ഉപകാരപ്പെടുക. പരലോകത്ത് വല്ല ഉപകാരപ്പെടുമോ? പരലോകത്ത് എന്തെങ്കിലും ഉപകാരം അതുകൊണ്ടുണ്ടോ? ഉണ്ടാകും. അള്ളാഹു കൂടുതൽ പഠിച്ച ആളുകൾക്ക് പ്രത്യേകമായ സ്വർഗവും പദവിയും വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. മറിച്ച് ദീനിയായ അറിവിനനുസരിച്ച് ആ കുഞ്ഞു വളർന്നാൽ അവർക്ക് പ്രത്യേകം ദർജകൾ അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ എല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത് ദീനാണ്. ആ ദീൻ നൽകുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം സ്വയം നമ്മൾ നന്നാവണം. നമ്മൾ നല്ല വാപ്പയും നല്ല മക്കളുടെ മുമ്പിൽ വീട്ടിൽ നല്ല ഉപ്പയും ഉമ്മയും ആകാൻ നമുക്ക് സാധിക്കണം. ഖുർആനിലെ ഒരു ആയത്ത് എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ആദ്യം പറഞ്ഞത് നിന്നെയാണ് പറഞ്ഞത്. നിന്നെ തന്നെ, നിന്റെ ശരീരത്തെ നീ നരകാഗ്നിയിൽ നിന്നും കാത്തുകൊള്ളണം. നരകത്തെ ഭയന്നുകൊള്ളണം, പേടിച്ചുകൊള്ളണം. അത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളത് ഒരാൾക്കും അത് താങ്ങാൻ കഴിയുകയില്ല. അത്രമാത്രം നരകം കഠിനമാണ് എന്ന്. ആ നരകത്തെ പറഞ്ഞപ്പോൾ അള്ളാഹു ആദ്യം പറഞ്ഞത് അവരവരെ തന്നെയാണ്. സ്വന്തം തടിയെ, സ്വന്തം ശരീരത്തെ നരകാഗ്നിയിൽ നിന്നും കാത്തുകൊള്ളണം. രണ്ടാമതാണ് പറഞ്ഞത് വാഹിലീക്കും, നിന്റെ കുടുംബത്തെയും എന്ന്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. നമ്മളെ കണ്ടുവേണം നമ്മുടെ കുടുംബവും പ്രവർത്തിക്കാൻ. നേരെ മറിച്ച് നാം ആ കാര്യത്തിലെല്ലാം വീഴ്ച വരുത്തിയാൽ, ഒരു പിതാവെന്നുള്ള നിലയിൽ നമ്മിൽ നിന്നും ഉണ്ടാകേണ്ട മാതൃകകൾ നമ്മുടെ മക്കൾക്ക് ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ തന്നെയാണ് കുറ്റക്കാർ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വെക്കേഷൻ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ മക്കൾ ഫ്രീയാണ്. നമ്മുടെ മക്കൾ ഫ്രീയാണ്. നമ്മളോടൊപ്പം ഓരോ വഖത്തിനും
ജമാഅത്തിൽ നമ്മളോടൊപ്പം നമ്മൾ വീട്ടിലുള്ളപ്പോൾ അവരെ കൂടി, നമ്മുടെ മക്കളെ കൂടി കൊണ്ടുവന്നുകൊണ്ട് അവരെ ആ രീതിയിൽ ബോധവൽക്കരിച്ചാൽ, ആ രീതിയിൽ അവർക്ക് ദീൻ പകർന്നു നൽകിയാൽ തീർച്ചയായും കൺകുളിർമ നൽകുന്ന മക്കളായിട്ട് നമ്മുടെ സന്താനങ്ങൾ മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഉസീക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളായിട്ട് നാം മാറണം. മറ്റൊരു വഴിയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബിനോട് പ്രാർത്ഥിക്കണം. എന്തെല്ലാം കാര്യം അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി, അവർ നന്മയുള്ളവരായി തീരാൻ വേണ്ടി, അവർ റബ്ബിനെ ഭയപ്പെടുന്നവരായി മാറാൻ വേണ്ടി. അങ്ങനെ റബ്ബിൻ്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ, നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് കൺകുളിർമ ലഭിക്കണമെങ്കിൽ തീർച്ചയായും റബ്ബിനോട്, അള്ളാഹുവിനോട് നാം എപ്പോഴും നമുക്കും അവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥന ഉള്ളവരായിട്ട് മാറണം. നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി. 40 വയസ്സ് പൂർത്തിയായ മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ അഹ്കാഫിലുണ്ട്. ആ ആയത്തിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വാസ്ലിഹ് ലീ ദുർരിയതി, എൻ്റെ സന്തതികളിൽ നിന്ന് നീ എനിക്ക് നന്മയുണ്ടാക്കി തരണമേ. വാസ്ലിഹ് ലീ ദുർരിയതി, എൻ്റെ സന്തതികളിൽ നിന്ന് നീ എനിക്ക് നന്മയുണ്ടാക്കി തരണമേ. മക്കളെന്ന് പറയുന്നത് വലിയ മഹത്തായ അനുഗ്രഹമാണ്. മക്കള് ഇല്ലാത്ത എത്രയോ മാതാപിതാക്കളുണ്ട്, മക്കളില്ലാത്തവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മക്കളെ, നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, വലിയ നിഅമത്താണ് മക്കളെന്ന് പറയുന്നത്. പക്ഷേ ശ്രദ്ധിച്ചില്ല എങ്കിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് ഫിത്നയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കൾ നല്ലവരായി തീരാൻ ഒരു പരീക്ഷണമാവാതെ, ചിലപ്പോഴെങ്കിലും ഈ കാലഘട്ടത്തിൽ ചില രക്ഷകർത്താക്കളെങ്കിലും പറഞ്ഞു പോവുകയാണ്, ഈ മകൻ മരിച്ചു പോയിരുന്നെങ്കിൽ, ഈ മകൻ എനിക്കില്ലായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറയുന്ന, കരയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ എപ്പോഴും റബ്ബിനോട് ഒരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. പ്രവാചകന്മാർ അവരുടെ പ്രാർത്ഥനകൾ ഖുർആനിൽ ധാരാളം കാണാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണ്, കൂട്ടുകാരനാണ്. ഇബ്രാഹിം നബിക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, എൻ്റെ മക്കൾ ഒരിക്കലും തെറ്റിലേക്ക് പോകുകയില്ല, എൻ്റെ മക്കൾ വഴിതെറ്റി പോകുകയില്ല, ഞാൻ അള്ളാഹുവിന്റെ ഖലീലാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഒരിക്കലും പിഴച്ച മാർഗത്തിലേക്ക്, വഴികേടിന്റെ മാർഗത്തിലേക്ക് ഒരിക്കലും എൻ്റെ മക്കൾ പോകുകയില്ല എന്ന് ഇബ്രാഹിം നബിക്ക് വേണമെങ്കിൽ കരുതാം. പക്ഷെ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് ഓരോ രക്ഷകർത്താക്കൾക്കും പാഠമാണ്, മാതൃകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, റബ്ബി ജ്അൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി.
റബ്ബന വതഖബ്ബൽ ദുആ റബ്ബി ജ്അൽനി, റബ്ബേ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ സന്താന പരമ്പരകളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക, നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. റബ്ബന വതഖബ്ബൽ ദുആ, റബ്ബേ നീ പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണല്ലോ. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക. എന്ന് മാത്രമല്ല, ഈ പ്രവാചകന്മാർ മക്കൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. ജനിച്ചതിന് ശേഷമല്ല, ജനിക്കുന്നതിന് മുമ്പും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നല്ല മക്കളെ തരാൻ. റബ്ബേ സ്വാലിഹായ സന്താനത്തെ നൽകി അനുഗ്രഹിക്കണമേ. ഹുനാലിക ദഅ സകരിയ റബ്ബഹ് ഖാല റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. ഖാല, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബ് ലീ മിൻ ലദുൻക, നിന്റെ പക്കൽ നിന്നുള്ള ദുർരിയതൻ ത്വയ്യിബതൻ, ഉത്തമമായ സന്താനത്തെ നൽകി റബ്ബേ എനിക്ക് പ്രദാനം ചെയ്യണമേ. നല്ല മക്കളെ നൽകണം. നമ്മളും പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. മക്കളെ തരാനല്ല, ആ മക്കൾ നല്ല മക്കളായിട്ട് വേണം, വളർന്നു വരുന്ന നല്ല മക്കളായിട്ട്, കുളിർമയുള്ള മക്കളായിട്ട് വളരാൻ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ ജനിക്കാൻ പോകുന്ന മക്കൾ അവരുടെ ജനനത്തിന് മുമ്പ് തന്നെ നമ്മൾ റബ്ബിനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. വയസ്സാം കാലത്ത് കുട്ടികളൊന്നും ഇല്ല, ഏതാണ്ട് 80, 85, 90 വയസ്സായ ആ സമയം ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീൻ, സ്വാലിഹായ സന്താനത്തെ നൽകണേ റബ്ബേ. പരീക്ഷണമുള്ള മക്കളാണെങ്കിൽ, നമ്മുടെ മുമ്പിൽ കയ്യാമം വെച്ച് പോകുന്ന മക്കളാണ് എങ്കിൽ, കൈവിലങ്ങിട്ട് പോകുന്ന മക്കളാണ് എങ്കിൽ, എത്ര രക്ഷകർത്താക്കളാണ് മക്കളെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് ജീവിക്കുന്ന എത്രയോ ഉമ്മമാർ മക്കളെ ഓർത്ത് ടെലിവിഷന്റെ മുമ്പിൽ വന്ന് പറയുകയാണ്, MDMA ഒക്കെ ഉപയോഗിച്ച്, ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് മകൻ പറഞ്ഞതനുസരിക്കുന്നില്ല, പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വരുന്ന അമ്മ പറയുകയാണ്, എൻ്റെ മകൻ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവൻ അതിൻ്റെ അടിമയായിട്ട് മാറിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ മക്കൾ ജീവിച്ചു വളരുന്നത്. വളരെ വലിയ വെല്ലുവിളി ആണ് മക്കളും നേരിടുന്നത്. ഈ കൂട്ടുകാരെങ്ങനെയാണെന്ന് പറയാൻ പറ്റുകയില്ല. ഒരുപക്ഷെ നമ്മുടെ കുട്ടി നല്ല കുട്ടിയായിരിക്കാം, പക്ഷെ കൂട്ടുകെട്ട് അവനെ മാറിപ്പോയേക്കാം. അപ്പൊ കൂട്ടുകെട്ടുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടി ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്? ഈ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയൊക്കെ കുട്ടികൾ പോകാറുണ്ട്, ആ രീതിയിലേക്കൊക്കെ മാറിപ്പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ ഞാനൊന്നും അറിഞ്ഞില്ല, ഒന്നും കണ്ടില്ല എന്ന് ഇരിക്കാനുള്ള സമയമല്ല. ഒരുപാട് ഭയപ്പെടുകയും വേണ്ട, ഒരുപാടങ്ങ് പേടിക്കുകയും വേണ്ട. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് ചെയ്തിരിക്കണം. നമ്മളുടെ കർത്തവ്യം നമ്മൾ നിർവഹിക്കണം. ഉത്തരവാദിത്വം നമ്മുടെ മക്കളോട് നമുക്ക് ഉത്തരവാദിത്വവും കടമയും കടപ്പാടുമുണ്ട്. അത് നമ്മൾ നിർവഹിക്കണം. അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ് നമ്മുടെ മക്കൾ. ആ അമാനത്തിനെ നല്ലതുപോലെ തന്നെ റബ്ബിന് തിരിച്ചു നൽകാൻ നമുക്ക് സാധിക്കണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകന്റെ ചരിത്രം, മകൻ കാഫിറായിക്കൊണ്ടാണ് മരണപ്പെട്ടു പോകുന്നത്. ബാപ്പയുടെ ഉപദേശം സ്വീകരിച്ചില്ല, ഖുർആനിൽ ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് വിഷമിച്ചു. പക്ഷേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഘട്ടത്തിലും തന്റെ മകനെ വിളിക്കുന്നുണ്ട്, മകനെ ഈ കപ്പലിൽ വന്നു കയറു, മകനെ രക്ഷപ്പെടൂ, മകനെ ബാപ്പയോടൊപ്പം ഉപ്പയോടൊപ്പം ഈ കപ്പലിൽ കൂടിക്കോ മകനെ എന്ന് പറയുന്ന പിതാവിന്റെ ധർമ്മം നിർവഹിക്കുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഓരോ പ്രവാചകന്മാരും അങ്ങനെയായി. അതുകൊണ്ട് സഹോദരങ്ങളെ, രക്ഷകർത്താക്കളെ, ഉമ്മമാരെ, വാപ്പമാരെ,
നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധയും താല്പര്യവും അവർ ദീനിയായിട്ട് വളർന്നു വരാൻ എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടോ ആ സാഹചര്യങ്ങളിലൊക്കെ അവരെ എത്തിക്കാൻ, അങ്ങനെ അവരെ കണ്ട് അവരുടെ റബ്ബി എന്താണ് റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞ് പടച്ചവനെ എന്റെയും എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ മക്കളിൽ നിന്നും കൺകുളിർമ നൽകണേ എന്ന് പരസ്പരം, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ കൺകുളിർമ നൽകുന്ന മുത്തഖീങ്ങൾക്ക് ഇമാമ ആയ മാതൃകയുള്ള നല്ല മക്കളായിട്ട് മാറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കൂട്ടത്തിൽ ഒരു കാര്യം, നമ്മുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ അതിനകത്ത് ഈ കാലികമായ കുറേ വിഷയങ്ങളൊക്കെ കടന്നു വരും. കുറേ അൽമനാർ, വിചിന്തനം പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ, അത് നിങ്ങൾ വാങ്ങി വായിക്കണം. അത് പിന്നെ എന്താണ് ഈ കാലികമായ വഖഫ് വിഷയങ്ങൾ, അതേപോലുള്ള ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വായിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തും. നിങ്ങളൊക്കെ വരിക്കാരാവണം. അതിനൊരു പ്രോത്സാഹനം കൂടി നൽകണമെന്ന് പ്രത്യേകം നിങ്ങളുടെ എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനിഷ്ടപ്പെടുന്ന രീതിയിൽ മരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.